പാലിയേക്കരയിലെ ടോൾ പിരിവിനുള്ള വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് തുടരുകയാണെന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു. തുടർന്ന് ഇത് സംബന്ധിച്ച ഹർജി അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കാനായി ഡിവിഷൻ ബെഞ്ച് മാറ്റി. പാലിയേക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞ് 51 ദിവസം പിന്നിട്ടെങ്കിലും ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കടക്കമുള്ള പ്രശ്നങ്ങൾ തുടരുന്നുവെന്നാണ് ഹൈക്കോടതിക്ക് ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനാൽ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും ആവശ്യത്തിൽ തീരുമാനമെടുക്കുന്നത് കോടതി നീട്ടിവെച്ചു. മുരിങ്ങൂരിൽ സർവീസ് റോഡ് ഇടിഞ്ഞ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് കളക്ടർ അറിയിച്ചു. ഇവിടെ സുരക്ഷാ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും ബോധിപ്പിച്ചു. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടു. ഈ ഭാഗങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും പാലിക്കപ്പെട്ടില്ല. ഗൗരവമായ വിഷയമായതുകൊണ്ട് കൂടുതൽ പ്രാധാന്യം നൽകണം. മുരിങ്ങൂരിൽ സംഭവിച്ചത് ഏതു ഭാഗത്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന കളക്ടറുടെ നിരീക്ഷണവും കോടതി ഗൗരവത്തിലെടുത്തു. സർവീസ് റോഡ് തകർച്ചയെ തുടർന്നുള്ള ഗതാഗതക്കുരുക്ക് തുടരുകയാണെന്നും വ്യക്തമാക്കി. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ടോൾ പിരിവ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് നീട്ടിയത്. വിഷയം ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. അതിനിടെ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്നും ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് ഓഗസ്റ്റ് 6-നാണ് ടോൾ പിരിവ് ഹൈക്കോടതി തടഞ്ഞത്. കോൺഗ്രസ് നേതാക്കളായ ജോസഫ് ടാജറ്റ്, ഷാജി കോടങ്കണ്ടത്ത്, OJ ജനീഷ് എന്നിവർ സമർപ്പിച്ച ഹർജിയിലായിരുന്നു നടപടി. ടോൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച ഇടക്കാല ഉത്തരവ് സെപ്റ്റംബർ 22-ന് ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. വാദത്തിനിടെ ചില വ്യവസ്ഥകളോടെ ടോൾ പുനരാരംഭിക്കുന്നത് അനുവദിക്കാമെന്ന് കോടതി പരാമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മുരിങ്ങൂരിൽ സർവീസ് റോഡ് ഇടിഞ്ഞ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിൽ തീരുമാനം മാറ്റിയത്. ന്യൂസ് ഡെസ്ക് TCV.